ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. അപ്പോൾ എല്ലാവർക്കും കിച്ചൂസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് എങ്ങനെ ഗോക്കളെ, അതായത് പശുക്കളെ ദാനം ചെയ്യാം അല്ലെങ്കിൽ അവിടെ നടയിരുത്താം എന്നുള്ളൊരു ചടങ്ങുണ്ട്. അതെങ്ങനെ എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോയിലേക്ക് പോവുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളും അതുപോലെ ലൈക്കും ഒക്കെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ഇന്ന് സംസാരിക്കുന്നത് ഗോശാലയിലെ മെയിനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതായത് ഗോശാല കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ശിവൻ ഗുരുവായൂർ. അദ്ദേഹമാണ് ഇന്ന് ഗോശാലയെക്കുറിച്ചും അതുപോലെ ഗോക്കളെ നടയിരുത്തുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പന് പശുദാനം വഴിപാടാണ്. പ്രതീകാത്മകമായിട്ടാണ് വഴിപാടുകൾ നടത്തുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മളെ വീടുകളിൽ നിന്ന് പശുവിനെ കൊണ്ടുവന്നിട്ട് നടയിരുത്തലായിരുന്നു പതിവ്. ആ പതിവ് ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ദേവസ്വത്തിൽ നിന്ന് പശുവിനെ പ്രതീകാത്മകം വഴിപാടായിട്ട് ചെയ്യുന്നു. അത് നമ്മൾ അഡ്വാൻസ് കൗണ്ടറിൽ വന്നിട്ട് 10,000 രൂപ പൈസ അടച്ചതിന് ശേഷം നമ്മളെ ഗുരുവായൂർ ദേവസ്വത്തിലെ പശുപാലകരുടെ നമ്പർ അവർ തരും. ആ പശുപാലകരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പശുവിനെയും കൊണ്ട് നമ്മൾ നടയിൽ വരും. ആ നടയിൽ വന്നിട്ട് പശുവിനെ നടയിരുത്തലാണ് സാധാരണ പതിവ്. ആ പതിവിൽ ചില ആൾക്കാർ കുറച്ചും കൂടെ ഘോഷമായ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒരു ഗോപൂജ വഴിപാടാക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു തിരുമേനിയെ കൊണ്ടുവന്നിട്ട് നമ്മൾ മാല ചാർത്തുകയും പൂജ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതും ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികളാണ്. അത് പല ആൾക്കാരും പല വഴിപാടുകൾ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. കാരണം കല്യാണ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്, പിന്നെ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, പിന്നെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്. ഈ ഒരു പശുദാനം എന്ന് പറഞ്ഞാൽ മഹാദാനം എന്നുള്ളൊരു ഇതിലേക്കാണ് പോകുന്നത്. അപ്പം കഴിയുന്നതും എല്ലാവരും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഐശ്വര്യങ്ങൾ ഉണ്ടാവുമെന്നും പറയുന്നു.